ശ്രീ സ്റ്റാലിൻ ദേവൻ, ഈ വഖഫ് പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്ന് പറയുന്നുണ്ട്. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ തെളിയുന്നത് എന്താണ്? അതായത് ഈ എതിർത്തവരെ, അവരുടെ വാദങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും അംഗീകരിക്കുന്നതോ? കോടതി പറയാതെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ശരിയും ഉണ്ട് തെറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഈ വഖഫ് ആക്റ്റിലെ പല സെക്ഷനുകളും, ഫോർ എക്സാമ്പിൾ സെക്ഷൻ 40, സെക്ഷൻ 108A, അതായത് ഓവർ റൈഡിങ് എഫക്റ്റ്, പിന്നെ 107 അത് വന്നിട്ട് ലോ ഓഫ് ലിമിറ്റേഷൻ ബാധകമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊരു ഡ്രാക്കോണിയൻ നിയമമാണെന്ന് നമ്മൾ വിളിച്ചു പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ചില സെക്ഷനുകൾ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇന്നലെ ഇന്ത്യയിലെ ഇതിന് ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കപിൽ സിബൽ സാറാണ് ഈ മെയിനായിട്ട് വാദങ്ങൾ ഉന്നയിച്ചത്. ഈ മാറ്റിയ ഒരു സെക്ഷനെക്കുറിച്ച് പോലും അദ്ദേഹം ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും എടുത്ത് കളഞ്ഞത്, ഈ BJP ഗവൺമെൻറ് പൂർണ്ണമായും എടുത്ത് കളഞ്ഞ ഒരൊറ്റ സെക്ഷനെ പോലും പറ്റിയിട്ട് കപിൽ സിബൽ സാറ് അല്ലെങ്കിൽ മറ്റ് രണ്ടുപേരും കൂടി വാദിച്ചായിരുന്നു. അവരാരും തന്നെ ഒരു വിധത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചില്ല എന്നത് തന്നെ കാണിക്കുന്നത് അതൊക്കെ ഭരണഘടനാ വിരുദ്ധങ്ങൾ ആയിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ ഉണ്ട്. അപ്പോൾ മറു സൈഡിൽ മറ്റു കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അതായത് ഈ വഖഫ് ബോർഡെന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റാണ്, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ സമാന സ്വഭാവത്തിൽ ഉള്ള ഒരു സാധനമാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനാണ്. അതിന് മതപരവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. നമ്മുടെ സേനാപതി സാറ് പറഞ്ഞതുപോലെ ഇതിന് ആർട്ടിക്കിൾ 26 അടിയിലുള്ള യാതൊരുവിധ അവകാശങ്ങളും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഈ ആർട്ടിക്കിൾ 26 വന്നിട്ട് റിലീജിയസ് ഡിനോമിനേഷന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് സുപ്രീം കോടതി തന്നെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ വാദം ഇതിനെ, ഈ വഖഫ് ബോർഡിനെ ആർട്ടിക്കിൾ 26 അടിയിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞ ഈ കാര്യം തുഷാർ മേത്ത സാറ് ഒരിക്കൽ പോലും ഉന്നയിച്ചില്ല എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം. അടുത്തതായിട്ട് പറയേണ്ടത്, നമ്മൾ വഖഫ് ബൈ യൂസർ, ഇന്ന് സുപ്രീം കോടതി ഒരു സ്റ്റേ തന്നു. നമ്മളെ സേനാപതി സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിൻ്റെ 3E വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് രജിസ്റ്റേർഡ് ഓൺ ഓർ ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025 ആസ് വഖഫ് ബൈ യൂസർ വിൽ റിമെയിൻ ആസ് വഖഫ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതുപോലെ വഖഫ് ബൈ യൂസർ ഒന്നും എടുത്ത് കളയാൻ ഈ അമെൻമെൻറ്റിൽ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. ഈ അമെൻമെൻറ്റ്, ഈ പുതിയ ആക്ട് വരുന്നത് ദിവസം മുതൽ അതിന് മുമ്പ് എന്നെങ്കിലും ഈ വഖഫ് ബൈ യൂസറായിട്ട്, അതായത് 1923 തൊട്ട് ഈ കഴിഞ്ഞ 7-ാം തീയതി വരെ വഖഫ് ബൈ യൂസറായിട്ട് അവർക്ക് പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. വന്ന എല്ലാ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലും ഈ രജിസ്ട്രേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് വാസ് മെയ്ഡ് മാൻഡേറ്ററി, നിർബന്ധമായും ചെയ്യണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 103 വർഷത്തിനകത്ത് അങ്ങനെ ചെയ്യാത്ത പ്രോപ്പർട്ടികളെ മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. എന്നിട്ട് അതിൽ പറഞ്ഞെന്താണ്, അങ്ങനെ ഇതിന് പുറത്തുള്ള രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഏതെങ്കിലും വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട് എന്ന് നമ്മൾ ലീഗൽ സെൻസിൽ നോക്കുമ്പോൾ ഈ ഏതെങ്കിലും കോടതിയുടെ മുമ്പാകെ ഉള്ള തർക്കം, അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല. ഇന്നലെ കപിൽ സിബൽ സാർ പറയുന്നു, ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ അത് വഖഫ് അല്ല. അങ്ങനെയല്ല. ഒരു കോടതി മുമ്പാകെ എവിടെയെങ്കിലും ഒരു ലീഗൽ അതോറിറ്റിയുടെ മുമ്പിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ആ അതോറിറ്റി തീരുമാനിക്കുന്ന മുറയ്ക്കും, അല്ലാത്ത പക്ഷം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തുന്നത് എങ്കിൽ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയായിട്ടും തുടരും എന്നാണ്. അപ്പോൾ ഇന്നത്തെ കോടതി സ്റ്റേ ചെയ്തതിൽ ഏകദേശം 65% കാര്യം ഈ വഖഫ് ആക്ടിൻ്റെ തന്നെ പുതിയ ഭേദഗതി നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ആക്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസം മുമ്പ് വരെ ഏതെങ്കിലും ഒരു വഖഫ് ബൈ യൂസർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ടച്ച് ചെയ്യില്ല എന്നാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്
നിങ്ങൾ തൽക്കാലം ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഈ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുകയും അത് നടക്കട്ടെ. അതായത് ഇതിലൊക്കെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് യാതൊരു വിധത്തിലും ഉള്ള നഷ്ടം വരാൻ പാടില്ല. രണ്ടാമത് ലീഗലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 26 അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൈക്കോടതി ഇതിനെ 1993 ഒരു പ്രസിദ്ധമായ ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസൽ പൂക്കോയത്തങ്ങൾ അദ്ദേഹമായിരുന്നു അന്നത്തെ നമ്മളെ ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഈ ആർട്ടിക്കിൾ 26 അടിയിലുള്ള പരിരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഒരു കേസിൽ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതിൽ ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി ഉത്തരവുകളെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിന് ഈ വഖഫുകൾക്കൊക്കെ മതപരമായ ചടങ്ങുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ വഖഫ് ബോർഡിന് വന്നിട്ട് മതപരമായി യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഹാസ് നോ ഫെയ്ത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വഖഫ് ബോർഡുകൾ വന്നിട്ട് ഒരു ബോഡി കോർപ്പറേറ്റ് മാത്രമാണെന്നാണ് നമ്മുടെ നേരത്തെ 1995 തന്നെ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 13 പറയുന്നത്. അപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റിൽ വന്നിട്ട് ഇന്ന കക്ഷികളെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാവൂ എന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടുത്തെ സാധാരണ മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദേവസ്വം ബോർഡ് പോലെയുള്ള അവരുടെ ബോർഡാണ് വഖഫ് ബോർഡ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ നോൺ മുസ്ലിംസിന് ഈ വഖഫ് ബോർഡിൽ അപ്പോയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം സർക്കാർ എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആരുടെയും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ 2 പേരെ നോൺ മുസ്ലിംസിനെ ഇതിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള ഈ പുതിയ നിയമത്തിൽ വന്നിരുന്നത്. അതൊരു പക്ഷേ കൊണ്ടുവന്നില്ലാതെ ഇരുന്നു എങ്കിൽ ഇന്ന് ഈ സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ തുഷാർ മേത്തയ്ക്ക് വളരെ ഭംഗിയായിട്ട് വാദിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തെ ഡിഫെൻസീവ് ആക്കിയ ഒരു ഈ നിയമം ഇതായിരുന്നു. അതായത് ഈ ബോർഡുകളിൽ നോൺ മുസ്ലിംസിനെയും കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഇത് അഥവാ ഒരു ബോർഡിൽ 11 മെമ്പേഴ്സ് ഇപ്പം നമ്മുടെ വഖഫ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിൽ 2 നോൺ മുസ്ലിംസ് ആൾക്കാരെ കൊണ്ട് വച്ചിട്ട് ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവിടെ മെജോറിറ്റി ഡിസിഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹർട്ട് ചെയ്യാം എന്നല്ലാതെ യാതൊരു വിധത്തിലുമുള്ള ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല.